പത്രത്തിൽ പരസ്യം കൊടുത്താൽ തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ, പത്രസമ്മേളനം നടത്തിയാൽ എല്ലാ പത്രക്കാരും കൊടുക്കുമെന്ന്. പക്ഷെ പത്രസമ്മേളനത്തിൽ തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, പരസ്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇത് റേഡിയോ പോലെയാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പരസ്യം കൊടുത്തത്. ഈ പരസ്യത്തിൽ എന്താണ് ശരിയുള്ളത്? ഒന്നാമത്തെ കാര്യം മാത്രം ശരിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ജിഷ്ണു കേസിൽ സത്യങ്ങളാകെ തമസ്കരിക്കുന്ന പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. കാരണം ഇടതുപക്ഷവും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, ഈ സത്യങ്ങളെ മുഴുവനും നിഷേധിക്കുന്ന പ്രചരണങ്ങളാണ് ഇടതുപക്ഷവും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി നടപടികൾ എടുത്തു നീങ്ങുകയാണ് സർക്കാർ എന്നതാണ് സത്യം. അതും ശരിയാണ്. കാരണം ജിഷ്ണുവിന്റെ കുടുംബത്തിനെതിരെയും ആ കുടുംബത്തിന്റെ കൂടെ വന്ന ആളുകൾക്കെതിരെയും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. രാജേഷ്, നിങ്ങൾ ഇതിന്റെ താഴോട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ഒന്ന് വായിച്ചിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചോദിച്ചോളട്ടെ. കാരണം രാജേഷിന് കുറെ അധികം സമയം കൊടുത്തതല്ലേ, എനിക്ക് അധികം സമയമൊന്നും വേണ്ട. എന്നാലും ഒന്ന് രണ്ട് കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ കുട്ടി ജിഷ്ണു മരിച്ചത് ജനുവരി 6-നാണ്. നിങ്ങൾ എപ്പോഴാണ് FIR ഇട്ടത്? ഫെബ്രുവരി 13-ന്. എന്തേ ഇത്രയും വൈകിപ്പോയത്? ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിച്ചത്? എന്നാൽ നിങ്ങൾ ഈ പരസ്യത്തിൽ പറഞ്ഞ എന്താ? പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയത് കൊണ്ടാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. എന്നാൽ കൃഷ്ണദാസ് എപ്പോഴാണ് മുൻകൂർ ജാമ്യം നേടിയത്? ഫെബ്രുവരി 17-നല്ലേ? ഫെബ്രുവരി 13-ന് നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 17-നാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയത്. ഈ 4 ദിവസത്തിനിടക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല? പിന്നെ രണ്ടാമത്തെ പ്രതി എപ്പോഴാണ് മുൻകൂർ ജാമ്യം കിട്ടുന്നത്? അദ്ദേഹത്തിന് മാർച്ച് 2-നാണ് അദ്ദേഹം ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നത്. അന്ന് ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് എപ്പോഴാണ്? മാർച്ച് 22-ന്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല? ഈ അറസ്റ്റ് ചെയ്യാത്ത കാര്യമല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു നീതി നിഷേധിക്കപ്പെടുന്ന കാര്യമല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? പിന്നെ ബാക്കി 3 പ്രതികൾ, മൊത്തം 5 പ്രതികളുണ്ട്. അതിൽ ബാക്കി 3 പ്രതികൾ ഇതുവരെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല. എന്തേ നിങ്ങളുടെ പോലീസിന് പിടിക്കാൻ കഴിയാത്തത്? അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ലോക്കൽ പോലീസ് ഈ FIR ഇട്ടപ്പോൾ തന്നെ സ്വാശ്രയ മാനേജ്മെന്റ് മുതലാളിമാർ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരു സംശയമില്ലാതെ നിങ്ങൾ FIR രേഖപ്പെടുത്തിയില്ലേ? ബന്ധുക്കൾ അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചില്ലേ? എന്തേ അത് FIR-ൽ വരാത്തത്? അത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയല്ലേ? പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ച വന്നിട്ടില്ലേ? മതിയായ ഡോക്ടർമാരുണ്ടായില്ല, ജൂനിയർ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചില്ലേ? ഇപ്പം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് സമരം ചെയ്യാൻ വന്ന ആളുകളുടെ കൂടെ വന്നവരെ മുഴുവനും നിങ്ങൾ ജയിലിലടച്ചു. എന്നാൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോ പുറത്ത് വിലസി നടക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ രാജേഷ്?